ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നൊരു ലെറ്റ്സ് പ്ലേയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മുതൽ ഞാൻ ലെറ്റ്സ് പ്ലേ കളിക്കുന്നതായിരിക്കും, അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇതിനു മുന്നേ കുറേ ലെറ്റ്സ് പ്ലേസൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് FTH കിങ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടാവും. ഓൻ്റെ വീഡിയോ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓനെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഓനെ ഒന്ന് പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. കമൻറ്റിൽ വേണമെങ്കിൽ ഞാൻ അവൻ്റെ പേരെല്ലാം അയക്കുന്നതായിരിക്കും. സ്റ്റാർട്ടിങ് വിത്ത് ദ വേൾഡ് ഫസ്റ്റ് തന്നെ വുഡ് ഒപ്പിക്കാവുന്നതാണ്. ഷീപ്പ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡാർക്കോ കുടിക്കണം. നമ്മൾ ക്ലാസിക് ഏതാ? നമ്മൾ ക്ലാസിക് വുഡ്, അത് നമ്മുടെ ഓക്കെ തന്നെ. അങ്ങനെ നമ്മൾ കുറച്ച് വുഡ് ഒപ്പിക്കുകയാണ് ഗൈസ്. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ കഴിയുന്ന വിധത്തിൽ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ വേൾഡ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇനി രാത്രി ആവുമെന്ന് അറിയില്ല. ഇല്ല, ഈ വിഗൊന്നും ഇങ്ങനെ ഇതുപോലല്ലോ. നമ്മൾ പുതിയ മോഡലല്ലോ വേണ്ടത്. ബഗ് അടിച്ച ബഗ് റോക്കഡീഷന് ഈ ഐലൻഡ് നമ്മളെ സ്വന്തം. ഇത് ഡ്രീമിൻ്റെ വേൾഡ് ആണ്. എൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് മൈ നെയിം, ഡ്രീം KG999. ഓക്കെ, ഓക്കെ മനസ്സിലായി. ഞാനൊരു പാക്ക് ഇട്ട് അതിൻ്റെ അല്ലായിരിക്കും. എന്താ പണ്ടാരാ സ്റ്റോൺ തപ്പി ഇറങ്ങിയപ്പോൾ ഈ കുന്തറാണ്ട മാത്രം തപ്പിയിരുന്നു. സ്റ്റോൺ എവിടെ? സ്റ്റോൺ, ഐ നീഡ് സ്റ്റോൺ. വേഗം ഒരു സ്റ്റോൺ കിട്ടിയിരുന്നെങ്കിൽ ഷീപ്പിനിങ് വന്നിട്ട് പെട്ടെന്ന് ഫസ്റ്റ് നൈറ്റ് കടന്നു തുടങ്ങിയായിരുന്നു. ആൻഡ് ഇതിൽ നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പണ്ടാരെ കിട്ടി. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഒപ്പിക്കാം. ഓക്കെ, ഞാൻ ഒപ്പിച്ചിട്ട് ഇതാ വരുന്നു. കുറച്ചൊക്കെ കൊബിൾ സ്റ്റോണൊക്കെ കിട്ടി. ആൻഡ് നമ്മൾ കുറച്ച് ടൂൾസ് ഉണ്ടാക്കിയിരിക്കണ്. യെസ്, നല്ല പ്രോഗ്രസ് ആണ്. നമുക്ക് ഈ സാപ്ലിംഗ് ഒപ്പിക്കാം. ഗുഡ് പ്രോഗ്രസ് ആണ്. ഇനി നമുക്ക് ഷീപ്പിനും കൂടി കൊന്നിട്ട് ഫസ്റ്റ് ബെഡ്. ഒരാളിത് അവിടെ കിടക്കുന്നു. ആൻഡ് ഈ വീഡിയോ ഞാൻ വലുതായിട്ട് ലോങ് ആക്കാൻ നോക്കുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് കാണാൻ ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 20 മിനിറ്റ് മാക്സിമം പോയ 20 മിനിറ്റ് അല്ലെങ്കിൽ 30. നിങ്ങൾ അതുവരെ കാണുന്നു തോന്നുന്നു. ഓ ഗൈസ്, റൂയിൻ്റെ ബോട്ടിലാണ് അത്. എൻ്റെ കണ്ണിനെ ഞാൻ സമ്മതിച്ച്. എൻ്റെ കണ്ണിനൊക്കെ എന്താ പവർ! ഞാനൊരു സംഭവം തന്നെയല്ലോ ഗൈസ്. ഉഷ് ഓട്ടേ വരുന്ന ചവിട്ടേ. പന്നി വേണ്ട, ഐ ഡോണ്ട് ലൈക്ക് പന്നി. ഓടാ അവിടുന്ന്. നിന്റെ വെള്ളി കയറിയിട്ട് സൗണ്ട് ഉണ്ടാക്കണം, അത് ഞാൻ ഇവിടെ സമ്മതിക്കൂല. ഓ മൈ ഗോഡ്നെസ്, ഗോൾഡ്. ഇവിടെ ചെസ്റ്റ് ഉണ്ടാവല്ലോ. അതാ കിടക്കുന്നു. എന്തൊക്കെയുണ്ട്? ഓ മൈ ഗോയ്സ്, നല്ല സാധനങ്ങൾ. പ്രോഗ്രസ് ആണ് ഗൈസ്, പ്രോഗ്രസ്. നമുക്കൊരു ഹെൽമെറ്റ് തന്നെ കിട്ടി. നൈസ്. പ്രോ പ്ലേയേഴ്സ് ഇങ്ങനെ ഒന്നല്ല ചെയ്യുക. ഫസ്റ്റ് ഒരു ആക്സിഡൻറ്റ് എടുക്കും, അത് പിടിക്കും. ഒക്കെ കിട്ടി, അത്രേ ഉള്ളൂ. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇവിടെ ഒരു 2 ബ്ലോക്കും കൂടി വെച്ചിട്ട് തൽക്കാലം ഇവിടെ കിടക്കട്ടെ. ഗൈസ്, നമുക്ക് ഈ ഐലൻഡാണ് എടുത്താലോ? ആ ഐലൻഡ് വേണ്ട. എനിക്ക് ഡാർക്ക് എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല, എനിക്ക് ബ്രൈറ്റ് ആണ് ഇഷ്ടം. ഗൈസ്, എനിക്ക് കുറച്ച് ബ്രൈറ്റ് വേണം. ഓക്കെ ഗൈസ്, ഇനി ഒരു വോളും കൂടി വേണം ഗൈസ്. എന്നാൽ നമുക്ക് ഈ നൈറ്റ് ആണ് സ്കിപ്പ് ചെയ്യാം.
ഓ മൈ യെസ്, ഐ ആം ലോ അറ്റ് ഫുഡ്. ഐ ആം വെരി ലോ അല്ല, ഒരു 5 ഹങ്കർ ബാർ ഇല്ല. ആൻഡ് സോ ഇന്നത്തെ വീഡിയോൻ്റെ ഗോൾ ഇത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് ഒരു വീട് ഉണ്ടാക്കുക, പിന്നെ ഒരു ഫാമും ഉണ്ടാക്കുക. ഫാം വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു വീട് ഉണ്ടാക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അല്ലെങ്കിൽ ഈ സീഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ വേറെ സീഡ് കമൻറ്റ് ചെയ്തോ. നമുക്കൊരു പുത്തിരിയില്ല, നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുള്ളൂ. തേരിക്കണം. ഓ ഇവിടെ അടുത്ത വില്ലേജ് ഉണ്ട് ഗൈസ്. പംകിൻ്റെ അർത്ഥം എന്താണ് ഗൈസ്? ഇവിടെ വില്ലേജ് ഉണ്ട്. ഓ ആ ഡയറക്ഷനാണ് തോന്നുന്നു. കുറച്ചെണ്ണം അങ്ങോട്ടാണ് നോക്കിയിരിക്കണം. ഫുഡ് അയ്യോ ഗൈസ്, നമുക്ക് കുക്ക് ചെയ്യാനുള്ള സമയമായി ഗൈസ്. ഓ ചിക്കൻ ഇല്ലാതെ ഒരു ജീവിതമില്ല ഗൈസ്. ഇപ്പോഴത്തെ അപ്ഡേറ്റാണ് ഗൈസ്. കണ്ടാ, നമുക്കിപ്പോൾ സ്മെൽറ്റ് ചെയ്യാൻ ഇവിടെ നക്കി കൊടുത്താൽ മതി, അല്ലാതെ നേരെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് കരിയിക്കാൻ എന്താ ചെയ്യുക? നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ചാർക്കോൾ ഉണ്ടാക്കിയല്ലോ ഗൈസ്. യെസ്, നമുക്കൊരു ചാർക്കോൾ ഉണ്ടാക്കാം. ഇത് കളയണമെന്ന് എനിക്കില്ല. എൻ്റെ ഗോൾഡൻ ആക്സ് പെട്ടെന്ന് പൊട്ടും. ഗൈസ് വേണ്ട, നമ്മളൊരു മെമ്മറി ആയിട്ട് അവിടെ വെക്കട്ടെ. ഇതൊക്കെ ഒരു ഗോൾഡ് തന്നെ ഭയങ്കര വാല്യുബിൾ സാധനമാണ് ഗൈസ്, വിചാരിക്കുന്ന പോലെയല്ല. 2 ഫർണസ് ഉണ്ടാക്കാം. ഒരെണ്ണത്തിൽ ചാർക്കോൾ കിട്ടുമ്പോൾ ഫുഡ്. അല്ലെങ്കിൽ ഒരു സ്മോക്കർ ഉണ്ടാക്കിയ പോലെ. വേണ്ട, അയണൊക്കെ ഉണ്ടാക്കാം. ഒരു ഷീൽഡ് ഉണ്ടാക്കിയാലോ. ലെറ്റ്സ് ഗോ ഗൈസ്, പ്രോഗ്രസ്. ആൻഡ് ഇത് ഹാർഡ് മോഡിലാണ് ഇരിക്കുന്നത്. പെട്ടെന്നൊരു ബെഡ് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നൈറ്റ് ആവുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫുഡ് ഒപ്പിച്ചിട്ട് ഞാനിതാ ഫുഡ് ഒപ്പിച്ചിട്ട് ഇതാ വരുന്നു. നമുക്കങ്ങനെ കുറേ ഫുഡും കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിലേത് തിന്നാ? എന്നാൽ കണ്ണ് ചിമ്മേ ഏതെങ്കിലും നോക്കാം. ഓക്കെ, എന്നോട് പറഞ്ഞ സ്റ്റേക്ക് എന്നാ നല്ല ബീഫ്. വെരി ടേസ്റ്റി. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫസ്റ്റ് നൈറ്റൊക്കെ സ്കിപ്പ് ചെയ്തിരുന്നു. സോ ഇനി ഫുഡിന് വലുതായിട്ട് ക്ഷാമൊന്നും വരുന്നില്ല ഗൈസ്. സോ ഫസ്റ്റ് തന്നെ നമുക്കൊരു വീട് ഉണ്ടാക്കാനാണ് ആലോചിക്കുന്നത്. നമുക്ക് ഡാർക്ക് ഓക്ക് പ്ലസ് ബ്രിഡ്ജുമായിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. യെസ്, ദാറ്റ് വുഡ് ബി നൈസ്. അല്ലെങ്കിൽ ഈ മരത്തിനെ മുകളിലാണ്ട് സെറ്റ് ചെയ്താലോ? എനിക്ക് തോന്നുന്നു അതൊരു നൈസ് ഐഡിയ ആണ്. ഓക്കെ, ഫസ്റ്റ് സോംബിനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഞാനങ്ങനെ മെറ്റീരിയൽസ് ഒപ്പിച്ചിട്ട് ഇത് പിന്നെയും വീണ്ടും കാണാം. എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല ഗൈസ്, കാരണം ഞാനിത് 2 ആഴ്ച മുന്നേ എടുക്കുകയാണ് ഈ വീഡിയോ. നിങ്ങളിപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ തന്നെ ആയിരിക്കും കാണുന്നുണ്ടാവുക. എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് അങ്ങനെ എന്താ വെച്ചാൽ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഇടുന്നതന്നെ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. സോ മിക്കവാറും ഞാൻ ഒരുമിച്ചായിരിക്കും എടുക്കാം. പിന്നെ നല്ല പ്രോഗ്രസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡേയ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 16 ദിവസമായി. ഇതാ ഞാൻ നമ്മളെ ബിൽഡിംഗ് സെറ്റപ്പ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്, ഒരു ടവർ പോലെ. നമുക്കിതൊരു ടവർ പോലെ ആക്കിയിട്ട് മുമ്പോട്ട് പോകാം, എന്നിട്ട് വേറൊരു വീട് ഉണ്ടാക്കാമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത് വീടാക്കിയാൽ ബോറാവും. ടവർ ഞാൻ കാണിച്ചു തരാം. ഒരു നൈസ് ടവറാണ്. നിങ്ങൾ റേറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും റേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ ഷെയ്ഡർ ഇഷ്ടപ്പെട്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ഷെയ്ഡർ വെച്ച് മുന്നോട്ട് പോവാം. എനിക്ക് അത്യാവശ്യം ഈ ഷെയ്ഡർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നൈസ് ഷെയ്ഡർ. പിന്നെ എനിക്ക് അയ്യോ അന്ന് ഞാൻ
ഇത്ര ലേറ്റ് ആവാനൊരു കാരണമുള്ളൂ, അന്ന് എൻ്റെ ഫ്രണ്ട് വേൾഡിൽ കയറി. അതിൻ്റെ ശേഷം ഇഷ്ടംമാതിരി ആൾക്കാർ കയറി. ഇപ്പോൾ ഞാൻ നെറ്റ് ഓഫാക്കിയിട്ട് കളിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നം. പിന്നെ ഞാൻ ഒരു വലിയ മൈനിങ് ഏരിയ ഉണ്ടാക്കി. ഈ അയൺ ആർമർ അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ബെഡ്റോക്കിൽ ഒരു ട്രിക്ക് ഉണ്ട്. ഈ സോംബീസൊക്കെ അയൺ ആർമറോ അല്ലെങ്കിൽ ഡയമണ്ട് ആർമറോ ഇട്ട് വരുമ്പോൾ നമുക്ക് ഡ്യൂറബിലിറ്റി കുറയാതെ തന്നെ എടുക്കാനുള്ള ട്രിക്ക്. അത് അവന്മാരെന്ത് ചെയ്യുക, നേരെ ഡ്രൗണിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഞാൻ അവനെ ഒരു സ്ഥലത്തിട്ട് പൂട്ടി ബോക്സ് ചെയ്തിട്ട് അവൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിച്ച്, എന്നിട്ട് അവൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഡ്രൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വെള്ളത്തിൽ കൂടി നടക്കുന്നത് സോംബി. എന്നിട്ട് അതിനെ കൊന്നാരം എന്ത് ചെയ്യും, അവൻ്റെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ അവൻ തരും. അങ്ങനെ കിട്ടിയത് തന്നെയാണ്. പിന്നെ ഓൻ്റെ ബൂട്ടിലൊരു ഇതും കൂടെ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഇത്രയും കൂടെ. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാവും ഫ്യൂച്ചർ തിങ്സിലൊക്കെ. ഏതായാലും ഗുഡ് തിങ്. സോ ദിസ് ഈസ്. പിന്നെ നമുക്ക് പൊട്ടാറ്റോ കിട്ടീന്ന് ഞാൻ സോംബിനെ കൊന്നപ്പോൾ. പിന്നെ നമ്മളിവിടെ ഷുഗർ കെയിൻ ഫാമൊക്കെ തുടങ്ങി. അത്യാവശ്യം അയണൊക്കെ കിട്ടി. മൈനിങ് ഏരിയ ഞാൻ കാണിച്ചു തരാം. നമുക്ക് മൈനിങ് ഏരിയ പോയിട്ട് ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇനിയും ഈ ബ്ലോക്കും കൂടി ഒന്ന് പൊട്ടിക്കാനുണ്ട്. ഈ ബ്ലോക്കും കൂടി ഒന്ന് പെട്ടെന്ന് അടിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആകെ ചറബിളാന്ന് പറഞ്ഞിരിക്കും. കൊക്കപ്പാടൊന്ന് സെറ്റാക്കണം. ഇത് കണ്ടോ, ഇതൊക്കെ നൈസല്ലേ ഗൈസ്. ഇനിയും ഗ്ലാസ് നല്ലപോലെ വെക്കാണ്ട്. ഞാൻ നല്ലപോലെ വെച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. അത് ബിഗ് കേവാണ്. ഈ കേവൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, എല്ലാം കണ്ടുപിടിക്കണം. ഇതപ്പോൾ അവിടെ തന്നെ നോക്കുമ്പോൾ ഗോൾഡൊക്കെ കാണണം. അതൊക്കെ എടുത്ത് വരണം. നമ്മൾ ബെഡ്റോക്ക് വരെ കുഴിച്ചിക്കണ്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി. ബെഡ്റോക്ക് എത്തിയിട്ടില്ല, കാരണം ഞാൻ അവനോട് പറഞ്ഞ് എന്നോട് എപ്പോഴും ചോദിക്കും, എവിടെ എത്തിയാലടാ ഡയമണ്ട്. നമ്മൾ ഏറ്റവും അടിയിലേക്ക് പോകും തോറും അതിനനുസരിച്ച് ഡയമണ്ട്സ് കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ -57 നിൽക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഏറ്റവും ലോവർക്ക് പോകുമ്പോൾ അവിടെ ലാവ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുഴിച്ച് പോവുകയാണെങ്കിൽ നമ്മളെ ലാവ ബിലോ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ലാവേ വീഴൊന്നുമില്ല. അങ്ങനൊരു ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. Wow, look at this sunset guys, very nice. So yeah, ഞാൻ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. എനിക്ക് അത്ര എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. Yeah, peace out guys, peace out, bye. പോയിക്കോ പോണിയേ, ടാറ്റ, ബൈ.